ഒരു ദൈവം ഇല്ലാതാകണം എന്ന് മുൻവിധിയോടുകൂടി പ്രവർത്തിക്കുക. തോതിവാസിയായി ജീവിക്കണമെങ്കിൽ ഒരു ദൈവം ഇല്ലാതാകണം, പരലോക സംവിധാനം ഇല്ലാതാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, അല്ലെങ്കിൽ അങ്ങനെ ശാസ്ത്രഗ്രന്ഥങ്ങളെ സമീപിക്കുന്ന ഒരാൾക്ക് ഒരുപക്ഷെ ആ പുസ്തകത്തിൽ നിന്ന് ദൈവമില്ല എന്ന ചിന്തയെ ലഭിക്കുകയുള്ളൂ. നേരെ മറിച്ച് ഈ പ്രപഞ്ചത്തെക്കുറിച്ച്, യൂണിവേഴ്സുകളെക്കുറിച്ച്, അതുപോലെ തന്നെ ഗാലക്സികളെക്കുറിച്ചൊക്കെ ഒരു മനുഷ്യൻ പഠിക്കാൻ തീരുമാനിക്കുകയാണ്. ഇവിടെയുള്ള ജീവജാലങ്ങളെക്കുറിച്ച് ഒരാൾ പഠിക്കാൻ തീരുമാനിക്കണം. ഈ പ്രപഞ്ചത്തിൽ നടന്നിട്ടുള്ള, ഈ ഭൂമിയിൽ തന്നെ നടന്നിട്ടുള്ള, വേണ്ട നമ്മുടെ സ്വന്തം ശരീരത്തിൽ തന്നെ നടന്നിട്ടുള്ള ഡിസൈനിങ്, അതിനെക്കുറിച്ച് ഒരാൾ വളരെ ഓപ്പൺ മൈൻഡോടുകൂടി വളരെ ഫ്രാങ്കായി പഠിക്കാൻ തയ്യാറായാൽ പോലും അയാൾക്ക് തോന്നിപ്പോകും, ഇതാരുണ്ടാക്കാതെ ബൈ ചാൻസ് ആയിട്ടുണ്ടാകുമോ? ഒരിക്കലും ഇല്ല എന്ന് തോന്നിപ്പോകും. അങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യർ, അവർക്ക് വിനയമുണ്ടാകും. ആ വിനയമുള്ള ആളുകളുടെ സ്വഭാവ ഗുണം എന്തായിരിക്കും? അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമ, അവർ അള്ളാഹുവിനെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിന്നുകൊണ്ട് ആലോചിക്കും. വ ഖുഊദൻ, ഇരുന്ന് ആലോചിക്കും. വ അലാ ജുനൂബിഹിം, കിടന്നുകൊണ്ട് ആലോചിക്കും. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അള്ളാഹുവിൻ്റെ സൃഷ്ടി വ്യവസ്ഥതകളെക്കുറിച്ചും അതിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ചും അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഞങ്ങളുടെ രക്ഷിതാവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ സൃഷ്ടിപ്പിൻ്റെ എന്നെല്ലാം പിന്നിൽ വളരെ കൃത്യമായ ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. സുബ്ഹാനക്, നീ എത്ര പരിശുദ്ധനാണല്ലാ. ഫഖിന അദാബന്നാർ, കത്തിയാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ എന്ന്.